അടുത്ത് വേറൊരു മുസ്ലിം മത്സരിച്ച് സത്യം പറയാം. മുസ്ലിംമാര് മത്സരിച്ച് സത്യം പറയാം. വേറെ മുസ്ലിം സത്യം പറഞ്ഞു കേട്ടോളൂ. പച്ചയായ യാഥാർത്ഥ്യം. മഹാനായ ഒരു സയ്യിദ് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും. നബിതങ്ങള് സലാം മടക്കും. ഈ ഒരു 5 വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു. മദീനയിൽ നിന്ന് നബിതങ്ങളും മടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മഹാനെ ഞാൻ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, തങ്ങളെ തങ്ങള് പിണങ്ങിയോ? മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ, എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തയില വജ്ഹിംറഅത്തിൻ ഫിത്തിൽഫിസിയൂൻ. എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ? ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ. പെണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ? എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യ പെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബിതങ്ങൾ എടുക്കുമോ? എടുക്കും. ഈ പറഞ്ഞ സമൂഹത്തെ മൊത്തത്തിൽ എടുക്കാൻ ഈ പറഞ്ഞ കണക്കിന് ഒരു സാധ്യതയില്ല. കാരണം എന്താ, ഇവരൊരു പെണ്ണിന്റെ വാർത്ത ഇട്ടാണ് ലോകം മുഴുവൻ. അപ്പൊ എല്ലാ സമസ്തക്കാരും അത് കണ്ടു അല്ലേ? പിന്നെ ഇവരുടെ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പിന്നെ ആരുടെ പടം കൂടുതലുള്ളത്? ഹോജാക്കന്മാരെ അല്ലല്ലോ. അപ്പൊ പെണ്ണുങ്ങളുടെ പടം ധാരാളം കണ്ടു. അപ്പൊ എന്തായിരുന്നാലും സമസ്തക്കാരിന് ഉറപ്പിച്ചോളൂ, സലാം മടക്കൽ ഉണ്ടാവൂല പറഞ്ഞ കണക്കിന്. പിന്നെ മുസ്ലിം പറഞ്ഞത് സത്യമാണ്, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവല്ലോ. ഇവിടെ കമന്റ് ചെന്നിട്ട് നേരെ ഡയറക്റ്റ് അസ്സലാമു അലൈക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഡയറക്റ്റ് മറുപടി, വലൈക്കും സലാം. എന്താ നിങ്ങളെ എപ്പോ പുറപ്പെട്ടു കൊല്ലത്തുനിന്ന്? ആര്? നബിയെ ഖബറിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ഇവര് പറയുന്നത്? ഏത് ലോകത്താണ്, ഏത് സമൂഹത്തോടാണ് ഇവര് പറയുന്നത്? എന്നിട്ട് നബി ഇങ്ങോട്ട് സംസാരിക്കുക. ഒരു ദിവസം ചെല്ലുമ്പോ നബി സലാം മടക്കണില്ല. എന്താ നബിയെ നിങ്ങള് കരയാ? എന്താ നബിയെ സലാം മടക്കാത്തത്? അപ്പൊ നബി ഇങ്ങോട്ട്, ഈ ടെലിവിഷനില് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയില്ലടോ? നബി ഇങ്ങോട്ട്. അപ്പൊ ഇയാള്, ഞാൻ സിനിമ കണ്ടതല്ലോ, വാർത്ത കേട്ടതല്ലേ. മൂപ്പര് നന്നായിട്ട് ഓർത്ത്, ഏത് പെണ്ണിനെ കണ്ടത് ഓർത്ത് വെച്ചിരിക്കാൻ. ഞാൻ വാർത്ത കണ്ടതല്ലേ നബിയേ ഇങ്ങനെ പറഞ്ഞു. ഇനി മേലെ വാർത്തയും കാണണ്ട, വാർത്തയും കാണണ്ട എന്ന് നബി ഇങ്ങോട്ട് പറഞ്ഞു. ഖബറിൽ നിന്ന് സംസാരിക്കുക.